ആഹാ, ഗംഭീരം തന്നെ. എന്താണിത്? ഇന്ദ്രന്റെ അമരാവതി പട്ടണമാണോ? അതല്ലെങ്കിൽ കുബേരന്റെ അളകാപുരിയാണോ? അതുമല്ലെങ്കിൽ നാഗന്മാരുടെ മൂകവതിയോ? പക്ഷേ അതെല്ലാം തന്നെ രാവണേശ്വരൻ ഭരിക്കുന്ന ഈ ലങ്കാപുരിക്ക് പകരമാവില്ല എന്നാണല്ലോ തോന്നുന്നത്. പിരിയുന്ന ഭാഗത്തെല്ലാം തന്നെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പളുങ്ക് മാളികകളും മേൽക്കൂരകളും, അതിനെ ചുറ്റി മനോഹരമായി നിർമ്മിക്കപ്പെട്ട ഗൃഹങ്ങൾ, ആ ഗൃഹങ്ങളിൽ അഴകാർന്ന ചാന്തി നടമാടുന്ന ഭംഗിയുള്ള മുറ്റങ്ങൾ, നീണ്ട് വിസ്തൃതിയുള്ള രാജവീഥികൾ. ഇത് അസുരന്മാരുടെ നാടായതിനാൽ ജനങ്ങളുടെ ജീവിത രീതികളും മ്ലേച്ഛത നിറഞ്ഞതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ ലങ്കയുടെ മയക്കുന്ന സൗന്ദര്യം കാണുമ്പോൾ ഇവിടത്തെ ജനങ്ങൾ വളരെ ഉയർന്ന തരത്തിലുള്ള നാഗരികത ഉള്ളവരാവാനാണ് സാധ്യത എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ലങ്കയെയും അമരന്മാരെയും സർവ്വലോകങ്ങളിലും വാഴുന്ന സകല ചരാചരങ്ങളെയും അടക്കി വാഴുന്ന ആ രാവണൻ എത്ര വലിയ ശക്തിയുള്ളവനാവാനാണ് സാധ്യത. സൗന്ദര്യം, പൗരുഷം, അറിവ്, പിന്നെ പാണ്ഡിത്യം, അങ്ങനെ എല്ലാം നിറഞ്ഞു തുളുമ്പുന്ന ലങ്കാധിപതിയായ രാവണേശ്വരൻ ഉറപ്പായും അമൃതം നിറഞ്ഞ പൊൻകുടം തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. എന്നാൽ ആ അത്ഭുതക്കുടത്തിൽ കാമം എന്ന ഒരു തുള്ളി വിഷം കലർന്നു പോയല്ലോ. അവൻ എത്ര തന്നെ മഹത്വം നേടിയിട്ടുണ്ട് എങ്കിലും എന്ത് പ്രയോജനം? അതിരിക്കട്ടെ, ഞാനെന്തിനാണ് വെറുതെ വന്ന കാര്യം നോക്കാതെ ആവശ്യമില്ലാത്ത ചിന്തകളിൽ മുഴുകി നിൽക്കുന്നത്? ഉടനെ തന്നെ അശോകവനം എവിടെയാണ് എന്നുള്ളത് തേടി കണ്ടുപിടിക്കാം. എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അശോകവനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഞാനും രാവണൻ ഭരിക്കുന്ന ഈ ലങ്കയിൽ രാജമാളികകൾ, ചിത്രശാലകൾ, ഗൃഹങ്ങൾ, തോട്ടങ്ങൾ, കൂടങ്ങൾ, അങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ചു നോക്കിയതാണല്ലോ. സീതാദേവിയെ കാണാൻ സാധിച്ചതേയില്ല. എന്താ ഇപ്പൊ ചെയ്യുക? ഹനുമാൻ എങ്ങനെയെങ്കിലും തന്റെ പ്രിയതമയെ കണ്ടുവരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. രഘുനാഥൻ നല്ല സന്ദേശവുമായി എത്തും എന്ന പ്രതീക്ഷയിലിരിക്കുകയായിരിക്കും സുഗ്രീവൻ. അംഗദൻ, നീലൻ, ജാംബവാൻ മുതലായ എന്റെ തോഴന്മാരും മമതയുടെ ആൾരൂപമായ മാതാവ് സീതാദേവിയെ ദർശിക്കാതെ ഹനുമാൻ തിരികെ വരികയില്ല എന്ന് പ്രതീക്ഷിച്ച് മഹേന്ദ്രപർവ്വത താഴ്വരയിൽ വിശ്വാസത്തോടെ കാത്തിരിക്കുകയായിരിക്കുമല്ലോ. ഞാൻ സീതാദേവിയെ കാണാതെ പോയിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും വിശ്വാസമെല്ലാം പാഴായി പോകുമല്ലോ. എന്താ ഇപ്പൊ ചെയ്യുക? എന്താ ഇത്? ചെയ്തു തീർത്തിരിക്കും എന്ന ഉറപ്പോടെ വന്നിട്ട് ഇപ്പോഴാണെങ്കിൽ മനം തകർന്ന് ശോകത്തിൽ മനസ്സ് പതറിപ്പോയല്ലോ. കാര്യം നടക്കുവാനായി വേണ്ടത് ഉത്സാഹമല്ലേ? അതെ, അതേ ഉത്സാഹത്തോടെ അശോകവനം എവിടെയാണ് ഉള്ളത് എന്ന് വീണ്ടും അന്വേഷിച്ചു നോക്കാം.
ആഹാ, ഇത് തന്നെയാണോ അശോകവനം? അല്ലെങ്കിൽ സ്വർഗലോകത്തെ കർപ്പകച്ചോലയാണോ? ഈ ലങ്കയിൽ കാണപ്പെടുന്ന ഓരോരോ ഇടവും സൗന്ദര്യത്തിൽ ഒന്നിനൊന്ന് വെല്ലുന്ന രീതിയിലല്ലേ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? കാര്യമെന്തായാലും രാവണൻ ബ്രഹ്മകുലത്തിൽ ഉദിച്ചവനല്ലയോ? സൃഷ്ടികലയിൽ മികച്ചവനായ ബ്രഹ്മാവിന്റെ കൊച്ചുമകനല്ലയോ? ഗുണത്തിൽ അസുരൻ എന്ന പേര് നേടിയിട്ടുണ്ട് എങ്കിലും മനം കൊണ്ട് തികഞ്ഞ ഒരു കലാകാരനല്ലേ? അതുകൊണ്ടാണ് ഈ വനത്തെ കലാഭംഗി നിറഞ്ഞൊഴുകും വിധം സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ഈ വനത്തിനുള്ളിലേക്ക് ചെന്ന സീതാദേവി എവിടെയാണുള്ളതെന്ന് അന്വേഷിച്ചു നോക്കാം. ഇതാണ് നല്ലത്. ഇങ്ങനെ വൃക്ഷങ്ങൾക്ക് മുകളിലൂടെ ചാടിച്ചെന്ന ഈ അശോകവനത്തിൽ ദേവി എവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിക്കാമല്ലോ. ആരാ അത്? കാഷായ വേഷം ധരിച്ച് അവിടെ ദുഃഖത്തിലാണ്ടിരിക്കുന്നത് ആരാണ്? എന്നോട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞയച്ച അതേ അടയാളങ്ങൾ കാണുന്നുണ്ടല്ലോ. ആഹാ, എന്റെ ജ്യേഷ്ഠത്തി സീതാദേവി. എന്റെ ജ്യേഷ്ഠത്തി സീതാദേവിയെ കണ്ടെത്തിയിരിക്കുന്നു. ശ്രീരാമചന്ദ്രമൂർത്തി എന്നോട് പറഞ്ഞ അതേ അടയാളങ്ങൾ. പ്രകാശമാർന്ന വദനം, താമര മലരുകൾ പോലെയുള്ള ചുവപ്പ് കലർന്ന നേത്രങ്ങൾ. രാക്ഷസിമാർക്ക് മധ്യത്തിൽ നിൽക്കുന്നതിനാൽ വെറി പിടിച്ച പുലികൾക്കിടയിൽ അറിയാതെ അകപ്പെട്ടു പോയ ഇളം മാനിനെ പോലെ ശോകവദനത്തോടെയാണല്ലോ നിൽക്കുന്നത്. മാത്രവുമല്ല, ആർക്കും അത്ര പെട്ടെന്ന് അടുക്കാൻ പറ്റാത്തതുപോലെ നാഗരാജന്റെ പത്നിയെപ്പോലെ ശോകത്തിനിടയിലും നേത്രങ്ങൾ ജ്വലിച്ചു തിളങ്ങുകയാണല്ലോ. ഞാൻ ബ്രഹ്മചാരിയായതിനാൽ ശ്രീരാമചന്ദ്രൻ ഇവരിൽ നിന്ന് അകന്നപ്പോഴുണ്ടായ ദുഃഖം കണ്ടിട്ട് എങ്ങനെയാണിത്? ഇവർ വസിഷ്ഠ മഹർഷിയുടെ ശിഷ്യന്മാരായിരുന്നിട്ടും ഒരു നിമിഷം കൊണ്ട് രാജകൊട്ടാരത്തിലെ സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ചവരായിട്ടും തന്റെ ധർമ്മപത്നിയെ വിട്ടകന്നതിന്റെ പേരിൽ ഇങ്ങനെ സങ്കടപ്പെടേണ്ടതുണ്ടോ എന്ന സംശയമുണ്ടായിരുന്നു. ഈ സീതാദേവിയെ കണ്ടതിനു ശേഷമാണ് എനിക്ക് തന്നെ കാരണം വ്യക്തമായത്. ഈ ദേവിയെ സ്വന്തമാക്കിയവർ ഇവരെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കുക എന്നത് സംഭവ്യമല്ലാത്തതാണ്. ആഹാ, എന്റെ ജ്യേഷ്ഠത്തി സീതാദേവിയും ശ്രീരാമചന്ദ്രനെ മാത്രം വിചാരിച്ച് ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനിൽ നിന്ന് പൊഴിയുന്ന അമൃതം ഭോജിച്ച് ജീവിക്കുന്ന ചക്രവാക പക്ഷികൾ പകൽ സമയത്ത് പിരിഞ്ഞു പോയാലും രാവിൽ വീണ്ടും ചേരാം എന്ന വിശ്വാസത്തിൽ ജീവിക്കുന്നത് പോലെ എന്റെ ജ്യേഷ്ഠത്തിയായ ഇവരും ശ്രീരാമചന്ദ്രനെ പോലെ കണ്ടുമുട്ടുന്ന കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. എന്തായാലും അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കി സന്ദർഭം വരുന്ന സമയത്ത് ഞാൻ ചെന്ന് ദേവിയെ നേരിൽ ദർശിക്കാം. മാതാവേ, ഭൂമി ദേവി, ഉണ്ണിവതിയായ നിന്റെ ഉദരത്തിൽ പിറന്നത്
അഭിമാന നിമിഷമായി ഞാൻ കണക്കാക്കിയിരുന്നു. ആ പഞ്ചവടിയിൽ നിന്നും വഞ്ചകനായ അസുര രാജാവ് രാവണൻ ഭൂമിയായ നിന്നെയും ചേർത്തല്ലേ എന്നോടൊപ്പം ഇവിടേക്ക് എടുത്തുകൊണ്ട് വന്നത്. ആ സമയത്ത് അയാളുടെ അടുത്തു നിന്ന് എന്നെ രക്ഷിക്കാതെ എന്തിനാണ് മാതാവേ മൗനമായി എന്നെയും ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഞാൻ അപഹരിക്കപ്പെട്ട് വന്നത് നേത്രങ്ങളാൽ ദർശിച്ച ജടായുവിനെ കൊണ്ട് മാത്രമേ എന്റെ പതിയോട് എന്റെ അവസ്ഥ എന്താണെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. രാവണനാൽ വെട്ടി വീഴ്ത്തപ്പെട്ട അദ്ദേഹം ഇപ്പോൾ ഈ ധരണിയിൽ ജീവനോടെ ഉണ്ടോ ഇല്ലയോ? മായയായ മാനിനെ പൊന്മാനെന്ന് വിശ്വസിച്ച് അതിനെ പിടിച്ചുകൊണ്ടുവരുവാൻ പിടിവാശി എന്നോണം എന്റെ പതിയെ പറഞ്ഞയച്ചതിന്റെ പിഴ എന്നോണമല്ലയോ ഇന്നീ ഞാൻ തന്നെ വലയിൽ കുടുങ്ങിയ മാനിനെ പോലെ കിടന്ന് പിടയുന്നത്? പാപിയായ ഞാൻ മായമാനിൽ വിശ്വസിച്ചത് കൊണ്ട് മാത്രം അവസാനിച്ചുവോ? എന്റെ പതിക്ക് ആപത്തെന്ന വണ്ണം ഒരു കപട നിലവിളിയെയും വിശ്വസിച്ച് എനിക്ക് കാവലായി നിന്നിരുന്ന അനുജനായ പാവം ലക്ഷ്മണനെയും അവസാനമായി ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചില്ലേ? ഞാൻ ആ ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷ എന്നോണമാണ് മഹാക്രൂരനായ ഈ അസുരന്റെ പക്കലകപ്പെട്ട് മനോവേദനയിൽ കിടന്ന് നരകിക്കുന്നത്. ശത്രുക്കൾക്ക് പോലും നല്ല കാര്യങ്ങൾ യഥാവിധി ചെയ്യുന്ന സൽഗുണൻ പത്നിയായ ഈ എന്നെ പിരിഞ്ഞ് ഏതെല്ലാം വിധത്തിലാണാവോ ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്. എന്നെ ഒരു മാതാവായി പൂജിക്കുന്ന ലക്ഷ്മണനും എന്നെ കാണാതെ എന്തുമാത്രം മനോവ്യതകൾ അനുഭവിക്കുന്നുണ്ടാകും. എന്നാൽ മഹാസമുദ്രത്തെയും മറികടന്ന് വന്ന് ഇവിടെ മനസ്സ് തകർന്നിരിക്കുന്ന എന്റെ ഈ അവസ്ഥ കണ്ട് ചെന്ന് അദ്ദേഹത്തോട് പറയുവാൻ ആരാണ് ഇവിടെ ഉള്ളത്? എന്റെ പതിയോട് ഈ ദുരവസ്ഥയെ കുറിച്ച് പറയുവാൻ ആരാണ് ഇവിടെ ഉള്ളത്? രാം രാം സീതാരാം. എന്തതിശയമാണിത്! എന്റെ ഇടത് കണ്ണും ഇടത് തോളും തുടിക്കുകയാണല്ലോ. മുൻപ് മിഥിലയിൽ കന്യകയായി മാളികയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കണ്ട സമയത്തും എന്റെ ഇടത് കണ്ണും ഇടത് തോളും തുടിക്കുകയായിരുന്നുവല്ലോ. അതിനുശേഷമാണ് അദ്ദേഹം ആരാലും വളയ്ക്കുവാൻ സാധിക്കാത്ത ശിവധനുസൊടിച്ച് ഞാൻ അദ്ദേഹത്തെ വരണമാല്യം ചാർത്തി പത്നിയായത്. എന്നാൽ ഇവിടെ ഈ പരിതാപകരമായ അവസ്ഥയിൽ അന്ന് മിഥിലയിൽ തോന്നിയ അതേ അനുഭവം ഇപ്പോൾ തോന്നുകയെന്നാൽ എന്നെ കാണുവാൻ വേണ്ടി എന്റെ പതി വരാൻ പോവുകയെന്നാണോ? അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല വാർത്ത വരാൻ പോകുന്നു എന്നാണോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. രാജകുമാരിക്ക് പ്രണാമം. ജ്യേഷ്ഠത്തി പ്രണാമം. നീ ആരാണ്? ജ്യേഷ്ഠത്തി, ഞാൻ രാവണേശ്വരന്റെ ഇളയ സഹോദരൻ വിഭീഷണന്റെ പുത്രി. എന്റെ പേര് ത്രിശിര. ഇവിടെ എന്തിനു വന്നു? ജ്യേഷ്ഠത്തി, എന്റെ വലിയച്ഛനായ രാവണേശ്വരൻ ജ്യേഷ്ഠത്തിയെ അപഹരിച്ചു കൊണ്ടുവന്ന നാളു മുതൽ എന്റെ പിതാവ് വളരെയധികം മനോവിഷമത്തിലാണ്. ജ്യേഷ്ഠത്തിയെ വീണ്ടും ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അടുക്കൽ കൊണ്ടുപോയി ചേർക്കും വിധത്തിൽ എന്റെ വലിയച്ഛന്റെ അടുത്ത് സംസാരിച്ചിരുന്നു. എന്നാൽ ഫലമുണ്ടായില്ല. മാത്രവുമല്ല, എന്നെ അവിടുത്തെ ആശ്വസിപ്പിക്കാനും സേവിക്കാനുമായി എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുകയാണ്. ഞാനും എന്റെ വല്യച്ഛനായ രാവണേശ്വരനോടും കൗശലത്തിൽ അനുവാദം ചോദിച്ച് ജ്യേഷ്ഠത്തിയെ കാണാൻ ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെയാണോ? ത്രിശിരെ, കള്ളിച്ചെടികൾക്ക് മധ്യത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാട്ടുമുല്ല പോലെയാണ് നീ. ഈ രാക്ഷസിമാർക്കിടയിൽ അകപ്പെട്ട് വേദനിക്കുന്ന എന്റെ മനസ്സ്
നിന്നെ കണ്ടതും അല്പം സമാധാനിക്കുന്നുണ്ട്. നന്നായി ജ്യേഷ്ഠത്തി. ജ്യേഷ്ഠത്തി, ഇത് മാർഗഴി മാസമാണ്, പ്രത്യേകിച്ച് ശുക്ലപക്ഷ ഏകാദശ തിഥി ആയതിനാൽ എന്റെ മാതാവ് ഭഗവാൻ സത്യനാരായണ സ്വാമിയുടെ ചരിത്രത്തെ വായിച്ചു കേൾപ്പിക്കാൻ പറഞ്ഞു. അവരെ അത് വായിച്ചു കേൾപ്പിച്ചതോടെ എന്റെ മാതാവിനെ നിദ്രയിൽ ആഴ്ത്തിയിട്ട് അതുപോലെ ഞാനും നിദ്രയിൽ ആണ്ട് കിടന്നുപോയി. ആ സമയത്ത് നല്ലൊരു സ്വപ്നം കണ്ടു ഞാൻ. സ്വപ്നമോ? എന്ത് സ്വപ്നം? എല്ലാം അങ്ങേപ്പറ്റി തന്നെയാണ്. എന്നെ പറ്റിയോ? എന്ത് സ്വപ്നമാണ് കണ്ടത്? എന്റെ പതി ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് എന്നെ വീണ്ടെടുക്കുന്നതായി സ്വപ്നം കണ്ടുവോ? അല്ലെങ്കിൽ ഭൂമിയിൽ പിറന്ന ഞാൻ മണ്ണോട് മണ്ണായി ചേർന്ന് ഇവിടെ വെച്ച് മൃത്യു വരിക്കുന്നതായി സ്വപ്നം കണ്ടുവോ? എന്ത് സ്വപ്നമാണ് കണ്ടത്? ജ്യേഷ്ഠത്തി, ഇവിടെ രാക്ഷസിമാരുണ്ട്. ആരെങ്കിലും കേട്ടുകഴിഞ്ഞാൽ ആപത്താണ്. ആയതുകൊണ്ട് അവിടേക്ക് വന്നാലും പറഞ്ഞു തരാം. ജ്യേഷ്ഠത്തി, ഇവിടെ ഇരുന്നാലും. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ആദ്യം നീ കണ്ട സ്വപ്നം എന്താണെന്ന് പറയൂ. ആ സ്വപ്നവും അതിന്റെ ഫലവും അറിയുവാനായി എന്റെ മനം വല്ലാതെ തുടിക്കുകയാണ്. ശരി, പറയാം. ജ്യേഷ്ഠത്തി, എന്റെ മാതാവിനെ ഭഗവാന്റെ ചരിത്രം പറഞ്ഞു കേൾപ്പിച്ചില്ലേ? തൃശ്ശരി, അതൊക്കെ പോട്ടെ. ആദ്യം നിന്റെ സ്വപ്നത്തെക്കുറിച്ച് പറയൂ. എന്റെ വല്യച്ഛനായ രാവണേശ്വരൻ ശിരസിൽ മുഴുവനായി എണ്ണ തേച്ച് ചുവന്ന ആടയണിഞ്ഞുകൊണ്ട് പ്രേതങ്ങളെയും കഴുതകളെയും പൂട്ടിയ വണ്ടിയിൽ തെക്കോട്ടായി പോകുന്നത് കണ്ടു. ലങ്കയും അസുരകുലവും നശിക്കുന്നതായും സ്വപ്നം കണ്ടു. ലങ്ക നശിക്കുന്നതായോ? പിന്നെ അവിടുത്തെ പതി വെണ്മയുള്ള ആടകളും മാലകളുമെല്ലാം ധരിച്ചുകൊണ്ട് സ്വർണ പല്ലക്കിൽ ആകാശമാർഗത്തിലൂടെ ലങ്കയിലേക്ക് വന്നു. പിന്നീട് അവിടുന്ന് വെണ്മയുള്ള ആടകളാലും സ്വർണ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് പാൽക്കടലിന്റെ മധ്യത്തിൽ പച്ചപ്പണിഞ്ഞൊരു പർവ്വതത്തിൽ അമർന്നിരിക്കുന്നതും കണ്ടു. അങ്ങനെയാണോ? അതെ, സൂര്യകാന്തി സൂര്യനോട് ചേരുന്നത് പോലെ അവിടുന്നും ശ്രീരാമചന്ദ്രനോടും ഒന്നിച്ചു ചേരുന്നതായും പിന്നീട് നിങ്ങൾ ഇരുവരും ലക്ഷ്മണനോട് ചേർന്ന് പുഷ്പക വിമാനത്തിൽ വടക്കോട്ട് പോകുന്നതായും കണ്ടു. പിന്നെ എന്താണ് കണ്ടത്? അതിനുശേഷം ഞാൻ നിദ്രയിൽ നിന്ന് ഉണർന്നുവല്ലോ. തൃശ്ശരി, നീ അല്പനേരം കഴിഞ്ഞു പോയാൽ മതി. അതുവരെ ഇവിടെ തന്നെ ശയിച്ചാലും വീണ്ടും ആ സ്വപ്നം കാണുന്നുവെങ്കിൽ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കി പറഞ്ഞാലും. നമ്മുടെ ഇഷ്ടപ്രകാരം വരുന്നതൊന്നും സ്വപ്നമല്ല ജ്യേഷ്ഠത്തി. അവിടുന്ന് എന്തിനാണ് വിഷമിക്കുന്നത്? എന്റെ സ്വപ്നം ഫലിക്കും. ജ്യേഷ്ഠത്തി വിഷമിക്കാതിരിക്കൂ. നീ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നല്ല നിമിത്തങ്ങളാണ് തോന്നുന്നത്. എന്നാൽ അവയെല്ലാം തന്നെ മറികടന്ന് രാവണനാലും രാക്ഷസന്മാരാലും എന്തെങ്കിലും ആപത്ത് ഭവിക്കുമോ എന്ന് എന്റെ ഉൾമനസ് ഓരോ നിമിഷവും ഭയന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ജ്യേഷ്ഠത്തി, ഞാൻ അവിടുത്തെ അരികിലുള്ളതുവരെ അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല. രാജാവ് അങ്ങേ അപഹരിച്ചു കൊണ്ടുവന്നതാണെങ്കിലും ജ്യേഷ്ഠത്തിക്ക് ഇഷ്ടമില്ലാത്തതുവരെ അദ്ദേഹം ദുസ്സാഹസങ്ങളൊന്നും കാണിക്കുകയില്ല. വിശ്വാസത്തോടെ ഇരിക്കൂ. ഞാൻ പോയി പിന്നീട് തിരിച്ചു വരാം. തൃശ്ശരി, നീ എന്റെ അരികിലുള്ളതാണ് എനിക്ക് ഏക ആശ്വാസമായി തോന്നുന്നത്. വേഗം തിരിച്ചു വരണേ. വൈകാതെ തിരിച്ചു വരാം. ആഹാ, ശ്രീരാമപ്രഭു 1000 കഷ്ടതകൾക്ക് മധ്യത്തിലായാലും അവിടുത്തെ സ്നേഹവും ഊഷ്മളതയും വീണ്ടും നേടുന്നതിനു വേണ്ടി തൻ്റെ പതിവ്രതാധർമ്മത്തെ കാത്ത് സംരക്ഷിക്കുകയാണ് എൻ്റെ മാതാവ് സീതാദേവി. ഇവരെ പത്നിയായി ലഭിച്ച താങ്കളല്ലയോ വലിയ ഭാഗ്യശാലി. രാം രാം സീതാരാം സീതാരാം.